നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിൽ പനി പടരുന്നു. 239 പേർക്ക് ഡെങ്കി, 40 പേർക്ക് പന്നിപ്പനി, 2 പേർക്ക് ഡിഫ്തീരിയ. പനി പ്രതിരോധത്തിന് 27 മുതൽ 29 വരെ ശുചീകരണ യജ്ഞം. ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും കണ്ണൂരിൽ മാലിന്യ പ്രശ്നവും കൊതുക് ശല്യവും രൂക്ഷം. പല ഓടകളിലും മലിനജലം കെട്ടിക്കിടക്കുന്നു. പന്നേൻപാറ കാഞ്ഞിരത്താൻ വയൽ പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾ മലിനജല ഭീഷണിയിൽ. ചെറിയ പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും. മഴ കാരണം പലയിടത്തും ഈദ്ഗാഹുകളില്ല. പെരുന്നാൾ നമസ്കാരം മസ്ജിദുകൾ കേന്ദ്രീകരിച്ച വിശ്വാസികൾ ആഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിൽ. വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലയിൽ പനി പടരുന്നു. ഇതുവരെ 239 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 40 പേർക്ക് H1N1 പനി സ്ഥിരീകരിച്ചു. ഡെങ്കി ബാധിച്ച് ഇതുവരെ 5 പേരും H1N1 പനി ബാധിച്ച് 2 പേരും മരിച്ചിട്ടുണ്ട്. അതിനിടെ ജില്ലയിൽ വീണ്ടും ഡിഫ്തീരിയ പനി റിപ്പോർട്ട് ചെയ്തു. മൈതാനപ്പള്ളിയിലെ 16 വയസ്സുകാരനാണ് ഡിഫ്തീരിയ ബാധിച്ചത്. കഴിഞ്ഞ ദിവസം കൊളച്ചേരി പഞ്ചായത്തിലെ 10 വയസ്സുകാരിക്കും ഡിഫ്തീരിയ സ്ഥിരീകരിച്ചിരുന്നു. ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി ഈ മാസം 32,211 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. പകർച്ചപ്പനി. കണ്ണൂർ ജില്ലയിൽ 27, 28, 29 തീയതികളിൽ ജനപങ്കാളിത്തത്തോടെ ശുചീകരണ യജ്ഞം നടത്തും. മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. ഓവുചാലുകൾ വൃത്തിയാക്കാത്തതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. പകർച്ചപ്പനിയും മറ്റു മഴക്കാല രോഗങ്ങളും തടയാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും MLA-മാരുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഇതിനാവശ്യമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. രാഷ്ട്രീയ പാർട്ടികൾ, ബഹുജന സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ജനപ്രതിനിധികൾ എന്നിവരെല്ലാം ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാകും. നിയമസഭാ മണ്ഡലം തലത്തിൽ MLA-മാർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ മൊബൈൽ ക്ലിനിക് വഴി ഡോക്ടർമാരുടെ സേവനം ശക്തമാക്കേണ്ടതാണ്. വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകുന്നത് തടയാൻ വേണ്ടി ഇവയ്ക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ജനങ്ങൾ തിങ്ങിക്കൂടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ബസ് സ്റ്റേഷനുകൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഇടപെടുന്ന സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനം വിവരപ്പെടുത്തേണ്ടതാണ്. ഓരോ തദ്ദേശ സ്ഥാപനവും അവരുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ നടന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു. പകർച്ചപ്പനിയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കോർപ്പറേഷനിൽ അടിയന്തര യോഗം ചേർന്നു. 27 മുതൽ ജില്ലയിൽ നടത്തുന്ന ജനകീയ ശുചീകരണ യജ്ഞം വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. മേയർ EP ലത അധ്യക്ഷത വഹിച്ചു. പകർച്ചപ്പനി നിയന്ത്രണ വിധേയമാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രത്യേക കൗൺസിൽ ചേരാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. ആരോഗ്യ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരുടെ കുറവ് വലിയ പ്രശ്നമാണ്. 8 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒഴിവുണ്ട്. അതിൽ ഇനിയും നിയമനം നടത്തിയിട്ടില്ലെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇന്ദിര വ്യക്തമാക്കി. 27 മുതൽ 3 ദിവസം നടപ്പാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ 55 വാർഡുകളിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുമെന്ന് മേയർ EP ലത അറിയിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, കോർപ്പറേഷൻ സെക്രട്ടറി തുടങ്ങിയവരും യോഗത്തിൽ സംസാരിച്ചു. നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും മലിനജലത്തിന്റെയും കൊതുക് ശല്യത്തിന്റെയും നടുവിൽ കഴിയുന്നവർ നിരവധിയാണ്. ചാലാട്, പന്നേൻപാറ, കാഞ്ഞിരത്താൻ വയൽ പ്രദേശത്ത് 60ഓളം കുടുംബങ്ങളാണ് പകർച്ചവ്യാധി ഭീഷണിയിൽ കഴിയുന്നത്. ഒരു പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾ നേരിടുന്ന കാഴ്ചയാണിത്. മാലിന്യം നിറഞ്ഞ വെള്ളം എങ്ങും ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ. പന്നേൻപാറ, കാഞ്ഞിരത്താൻ വയൽ പ്രദേശത്തെ കുടുംബങ്ങളാണ് ഈ ദുരവസ്ഥ നേരിടുന്നത്. മുമ്പ് വയൽ പ്രദേശമായിരുന്നു ഇത്. എന്നാൽ വയൽ നികത്തി വീടുകൾ കെട്ടിപ്പണിതതോടെ വെള്ളം ഒഴുകിപ്പോകാത്ത അവസ്ഥയായി. മഴക്കാലമായതോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന കറുപ്പ് കലർന്ന വെള്ളമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഈ മാലിന്യ വെള്ളം തന്നെയാണ് സമീപ കിണറുകളിലേക്കും ഊർന്നിറങ്ങുന്നത്. കൊതുക് ശല്യം കാരണം സന്ധ്യാസമയമായാൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ചകിരി പോലുള്ള സാധനങ്ങൾ കത്തിച്ചു പുകച്ചു വേണം വീടിന് പുറത്തിറങ്ങാൻ. പിന്നെ ഈ വെള്ളം തന്നെ നമ്മളെ കിണറ്റിലേക്ക് ഇറങ്ങുന്ന കുട്ടികൾ കുടിക്കുന്നത് എല്ലാവരും ഈ പ്രദേശത്തുള്ളവർ മിക്കവാറും കിണറ്റിലേക്ക് ചതുപ്പ് നിലമാണ്. അപ്പോൾ എങ്ങനെയായാലും കെട്ടിമുട്ടിക്കാൻ പറ്റില്ല. ഈ വെള്ളം താന്നിട്ട് കിണറ്റിൽ പ്രശ്നമാണ്. കുട്ടികൾക്കാണെങ്കിൽ പനിയുണ്ട്. ചെറിയ കുട്ടികൾ, എൻ്റെ വീട്ടിൽ 3 കുട്ടികളുണ്ട്. ചെറിയ കുട്ടികൾ എല്ലാത്തിനും തണുപ്പും പനിയാണ്. രാത്രിയായാലും സന്ധ്യാസമയത്ത് എല്ലാ വീട്ടിലും പുകയ്ക്കുവാണ്. ചകിരി ഇട്ട് പുകയിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങാൻ പറ്റില്ല.
പറ്റില്ല, അത്രക്കും കൊതുകിൻ്റെ ശല്യമാണ്. വോട്ട് ചോദിച്ചു വരികയല്ലാതെ പിന്നീട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. ഈ വോട്ടും ചോദിച്ചു വരുന്നവർ ആ സമയത്ത് മാത്രം നമ്മൾ അത് ചെയ്യും, ഇതാക്കും, മറ്റേതാക്കും എന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഒരു വഴി പോലും ഇവിടെ പോകാനുള്ള ഒരു ഇതുപോലുമില്ല. അപ്പോൾ അത് ആ സമയത്ത് മാത്രമേ അവർ പിന്നെ വരത്തുള്ളൂ, പിന്നെ തിരിഞ്ഞു നോക്കല്ലേ ഈ ഭാഗത്ത്. അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവരൊന്ന് മനസ്സിലാക്കണം. ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ, കൊതുക് അടിച്ചിട്ട് പല രോഗങ്ങൾ. ഇപ്പോൾ എനിക്ക് പനി വന്ന് ഞാൻ കിടക്കുകയായിരുന്നു ഇവിടെ ജോലിക്ക് പോകാണ്ട്. പ്രായമായവരും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഇവിടെയുള്ളത്. ഇവരിൽ പകുതി പേർക്കും പനി ബാധിച്ചിരിക്കുകയാണ്. സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴികളിൽ പോലും മാലിന്യവെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇതുമൂലം മറ്റുള്ള വീടിന്റെ വഴിയിൽ കൂടിയാണ് ഇവർ പോകുന്നത്. ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണെന്നും ഇവർ പറയുന്നു. ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിച്ച് എത്രയും പെട്ടെന്ന് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ പടരുമ്പോഴും എങ്ങോട്ടും ഒഴുകിപ്പോകാതെ ഈ വെള്ളക്കെട്ടിനരികിൽ താമസിക്കുന്നവർക്കും അസുഖങ്ങൾ ബാധിക്കാനുള്ള സാഹചര്യം ഏറെയാണ്. ഇനിയെങ്കിലും ഇവരുടെ അവസ്ഥ അധികൃതർ കാണാതെ പോവരുത്. ക്യാമറമാൻ അമൃതിനോടൊപ്പം ഹൃദ്യ ഹരീന്ദ്രൻ, സിറ്റി ന്യൂസ്. യോഗശാലയ്ക്ക് സമീപം മാലിന്യങ്ങൾ കുന്നുകൂടുന്നു, അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. സഫിയ കോംപ്ലക്സിന് സമീപമാണ് വൻതോതിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. കണ്ണൂർ യോഗശാല സഫിയ കോംപ്ലക്സ് കെട്ടിടത്തിനും സമീപമുള്ള കാഴ്ചയാണ് ഇത്. മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥ. സമീപ ഹോട്ടലുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം കൊണ്ടു തള്ളുകയാണ് ഇവിടെ. മാലിന്യങ്ങൾ കുന്നുകൂടിയതോടെ സഫിയ കോംപ്ലക്സിലെ ജീവനക്കാർ തന്നെ പകുതിയിലധികം മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ശേഷിക്കുന്നത് നീക്കം ചെയ്യാൻ പോലും കോർപ്പറേഷൻ തൊഴിലാളികൾ ഇതുവരെ വന്നിട്ടില്ലെന്ന് ഇവർ പറയുന്നു. ഇവിടെ മുനിസിപ്പൽ കോർപ്പറേഷന് എല്ലാവരും ടാക്സ് കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ലൈസൻസിൻ്റെയും ഇതിൻ്റെയും പേര് പറഞ്ഞിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ ഈ മാലിന്യം എടുക്കാനായിട്ട് അവർ തയ്യാറില്ല. ആദ്യം ഞങ്ങളോട് പറഞ്ഞു ഈ ഏരിയ വൃത്തിയായിക്കോ, ഞങ്ങൾ മാലിന്യം കൊണ്ടുപോയിക്കോളാം. അത് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്തപ്പോൾ ആരും ഒരു ഇതുമില്ല. 15-20 ദിവസമായി. ഇതിനിടെ 5-6 പേർക്ക് പനി പിടിച്ചു. എന്തോ ഭാഗ്യത്തിന് അത് ഡെങ്കിപ്പനി അല്ലായിരുന്നു. മഴക്കാലമായതോടെ ഇവിടുള്ള പാർക്കിംഗ് സ്ഥലത്തും ചെളി നിറഞ്ഞിരിക്കുകയാണ്. ചെളി നിറഞ്ഞ സ്ഥലത്തു കൂടിയാണ് വാഹനങ്ങളും മറ്റും കടന്നുപോകുന്നത്. മാലിന്യം കാരണം കൊതുകിന്റെ ശല്യവും രൂക്ഷമായ ഗന്ധവും സഹിക്കുകയാണ് പ്രദേശവാസികൾ. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിൽ പനി പടരുന്നു. 239 പേർക്ക് ഡെങ്കി, 40 പേർക്ക് പന്നിപ്പനി, 2 പേർക്ക് ഡിഫ്തീരിയ. പനി പ്രതിരോധത്തിന് 27 മുതൽ 29 വരെ ശുചീകരണ യജ്ഞം. ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും കണ്ണൂരിൽ മാലിന്യ പ്രശ്നവും കൊതുക് ശല്യവും രൂക്ഷം. പല ഓടകളിലും മലിനജലം കെട്ടിക്കിടക്കുന്നു. പന്നേൻപാറ കാഞ്ഞിരത്താൻ വയൽ പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾ മലിനജല ഭീഷണിയിൽ. ചെറിയ പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും. മഴ കാരണം പലയിടത്തും ഈദ്ഗാഹുകളില്ല. പെരുന്നാൾ നമസ്കാരം മസ്ജിദുകൾ കേന്ദ്രീകരിച്ച വിശ്വാസികൾ ആഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിൽ. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കൗസര കോംപ്ലക്സ്, കാൾടെക് ജംഗ്ഷൻ, കണ്ണൂർ. GTechൽ പഠിച്ചാൽ ജോലിയുമുണ്ട്, വാല്യൂമുണ്ട്. ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ നിയർ ഇളയാവൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, കണ്ണൂത്തുഞ്ചാൽ, കണ്ണൂർ. ഫോൺ 04972727 സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി കർമ്മനിരതരായി നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും AKG സ്മാരക സഹകരണ ആശുപത്രി, തളാബ്, കണ്ണൂർ. ഓറഞ്ച് ഡോർസ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ബിൽഡിംഗ്, മേലച്ചുവ, കണ്ണൂർ. ബ്രാഞ്ചസ് കൂത്തുപറമ്പ, അണ്ടലൂർക്കാവ്. ലുലു സാരീസ്, താവക്കര റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. ലുലു ഗോൾഡ്, താവക്കര റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ഉന്നത വിജയത്തിന് ഇനി ആശങ്കകളില്ല. നളന്ദ കോളേജ്, ഏച്ചൂർ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. കിംസ് ഹോസ്പിറ്റൽ, ജോൺ മിൽ റോഡ്, സൗത്ത് ബാസാർ, കണ്ണൂർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ഓരോരുത്തരുടെയും ബജറ്റിന് അനുയോജ്യമായവ. ലിലി സാരീസ്, ഫോർട്ട് റോഡ്, കണ്ണൂർ. വീവിംഗ് ഡ്രീം. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. ഫോൺ 0497283509. വാർത്തകൾ തുടരുന്നു. പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും. കനത്ത മഴ കാരണം ഇത്തവണ പലയിടത്തും ഈദ്ഗാഹുകൾ ഉണ്ടാവില്ല. മസ്ജിദുകൾ കേന്ദ്രീകരിച്ചാണ് പെരുന്നാൾ നമസ്കാരം നടക്കുക. ഈദുൽ ഫിത്തർ ആഘോഷത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് വിശ്വാസികൾ.
ഒരു മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ രാപ്പകലുകൾക്കൊടുവിൽ വിശ്വാസികൾ പെരുന്നാൾ മധുരത്തിലേക്ക്. പുതുവസ്ത്രങ്ങളുടെ നിറപ്പകിട്ടും മൈലാഞ്ചി മൊഞ്ചുമായാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങുന്നത്. മാസപ്പിറവി കണ്ടയുടൻ രാത്രിയോടെ നാടും നഗരവും തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. അരുതായ്മകളിൽ നിന്ന് മനസ്സും ശരീരവും അടർത്തിയെടുത്തതിന്റെ നിർവൃതിയിലാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേൽക്കുക. വ്യക്തികളുടെയും സംഘടനകളുടെയും റംസാൻ പെരുന്നാൾ കിറ്റുകളും സക്കാത്ത് വിതരണവും സജീവമായി. തുണിക്കടകളിലും ഫാൻസി കടകളിലും പലചരക്ക് കടകളിലും പച്ചക്കറി ഇറച്ചി മാർക്കറ്റുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പെരുന്നാളെന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ ഓടിയെത്തുന്ന വിഭവം ബിരിയാണിയാണ്. നോമ്പുകാലത്ത് രുചി വൈവിധ്യങ്ങൾ തീർക്കുന്ന ബിരിയാണിയാണ് പ്രധാന താരം. മഞ്ചത്തിമാരുടെ കയ്യിൽ മൈലാഞ്ചി ചുവപ്പണിയാതെ ഒരു പെരുന്നാളും പൂർണ്ണമാവില്ല. പെരുന്നാൾ തലേന്ന് മണിക്കൂറുകളെടുത്ത് പണിയുന്ന മൈലാഞ്ചി കൈകളുടെ മൊഞ്ച് ഒന്ന് വേറെ തന്നെയാണ്. ശവ്വാൽ മാസപ്പിറവി പ്രഖ്യാപിച്ചാൽ പിന്നെ പെൺകുട്ടികളുടെ ഉള്ളുനിറയെ മൈലാഞ്ചി ചുവപ്പിന്റെ കലമ്പുകൾ ഉയരും. കൈനിറയെ വിവിധ ഡിസൈനുകളിൽ മൈലാഞ്ചി ചിത്രങ്ങൾ കൊണ്ട മൊഞ്ചണിഞ്ഞാലേ മനം നിറയൂ. പെരുന്നാൾ ആഘോഷം പൂർണ്ണമാവണമെങ്കിൽ പെൺകുട്ടികൾക്ക് മൈലാഞ്ചി ചുവപ്പണിയുക തന്നെ വേണം. മിക്ക വീടുകളിലും മൈലാഞ്ചി വിദഗ്ധയുണ്ടാകും. അയൽ വീടുകളിലോ കുടുംബ വീടുകളിലോ ചെന്ന മൈലാഞ്ചി അണിയുമ്പോൾ ഒത്തുചേരലിന്റെ ധന്യതയാണ് പെരുന്നാൾ രാവിന്. എല്ലാവരും പ്രായഭേദമന്യേ കുട്ടികളടക്കം നല്ല ആഹ്ലാദത്തിമർപ്പിൽ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാവരും മൈലാഞ്ചിയിടലും കടകളിൽ കയറിയിറങ്ങി ഷൂസും ചെരുപ്പും ഡ്രസ്സുമൊക്കെയായി കുട്ടികളൊക്കെ നല്ല ആഘോഷത്തിൽ കഴിയുകയാണ്. പിന്നെ പലഹാരങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് എല്ലാ അടുക്കളയിലും. മൈലാഞ്ചി അണിയാൻ ബ്യൂട്ടീഷ്യനെ ആശ്രയിക്കുന്നവരും കുറവല്ല. ബ്ലാക്ക്, മെറൂൺ മെഹന്തികളാണ് ഏറെ. മൈലാഞ്ചി വിപണിയിൽ ജനപ്രിയമുള്ള മൈലാഞ്ചി കോണുകളും ലഭ്യമാണ്. കൈവെള്ളയിലും കൈത്തണ്ടിയിലും അണിയുന്ന മൈലാഞ്ചി പോലെ പ്രധാനമാണ് നഖത്തിലണിയുന്ന മെഹന്തിയും. ഡോളർ, റാണിക്കോൺ, ദിനാർ തുടങ്ങിയവയാണ് നഖസൗന്ദര്യം നൽകുന്ന മൈലാഞ്ചികൾ. ഒപ്പം ഗിൽറ്റ് മെഹന്തി അണിഞ്ഞ കൈകളുടെ തിളക്കം കൂട്ടാം. മൈലാഞ്ചി ഡിസൈനിൽ ഓരോ വർഷവും പുതുപുത്തൻ ഡിസൈനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസികൾ ചെറിയ പെരുന്നാളിന്റെ തിരക്കിലേക്ക്. കണ്ണൂർ ചാലാട് നിന്നും ക്യാമറമാൻ രാജേഷ് കുളൂറത്തിനൊപ്പം ഹൃദ്യ ഹരിധൻ, സിറ്റി ന്യൂസ്. ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ ആഭിമുഖ്യത്തിൽ അമാനി ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ സംഘം സംഘടിപ്പിച്ചു. ഡിവൈഎസ്പി പി സദാനന്ദൻ, ഡെപ്യൂട്ടി കലക്ടർ CM ഗോപിനാഥൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ബ്ലഡ് ഡൊണേഴ്സ് കേരള രക്ഷാധികാരി ഡോക്ടർ ഷാഹുൽ ഹമീദ്, ജനറൽ സെക്രട്ടറി നൌഷാദ് ബായക്കൽ, ജില്ലാ പ്രസിഡന്റ് ഉണ്ണി പുത്തൂർ, ജില്ലാ സെക്രട്ടറി VP സജിത്ത്, ബിനോയ് N രാമചന്ദ്രൻ, ഡോക്ടർ അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. മൂന്നാം തവണയാണ് ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. എല്ലാ ഉത്സവങ്ങളും മതാതീതമാക്കി മാറ്റുമ്പോൾ മാത്രമാണ് മതേതരത്വം വളരുന്നതെന്ന് ഡിവൈഎസ്പി പി സദാനന്ദൻ പറഞ്ഞു. ആഘോഷങ്ങൾ അല്ലെങ്കിൽ ബക്രീദ്, വിഷു, ഓണം, ക്രിസ്തുമസ് പോലുള്ള എല്ലാ മത ഉത്സവങ്ങളും മതാതീതമായിട്ടുള്ള ആഘോഷങ്ങളാക്കി മാറ്റുന്നതിലൂടെ മാത്രമേ നമ്മുടെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിന് മുൻകൈ എടുത്തിട്ടുള്ള എല്ലാ ബ്ലഡ് ഡൊണേഴ്സ് പ്രോഗ്രാംസിൻ്റെ പ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ടാണ് തലശ്ശേരിയിൽ തെരുവ് നായകളുടെ വിളയാട്ടം 5 പേർക്ക് കടിയേറ്റു. ഒരാളുടെ പരിക്ക് ഗുരുതരം. ഇന്ന് രാവിലെ 8 മണിയോടെ സൈദാർപള്ളി ഭാഗത്താണ് തെരുവ് നായകളുടെ ആക്രമണമുണ്ടായത്. നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. ഇന്ന് രാവിലെ 8ഓടെ ഗോപാൽപേട്ട, സൈദാർപള്ളി എന്നിവിടങ്ങളിലായിരുന്നു തെരുവ് നായയുടെ വിളയാട്ടം. പരിക്കേറ്റ ഗോപാൽപേട്ട സ്വദേശികളായ വയത്തൂൽ മൻസിലിൽ ഫൈസൽ, CP ഹൗസിൽ വത്സൻ, സുഹ്റ മൻസിലിൽ ഷഹാബ്, പുനക്കൽ വീട്ടിൽ സനൽകുമാർ, കുനിയിൽ താഴെ വിജയൻ എന്നിവരെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ ഷഹാബിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തെരുവ് നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. ശ്രീകണ്ഠാപുരം അടൂരിൽ കാർ റബ്ബർ തോട്ടത്തിലേക്ക് തലകീഴായി മറിഞ്ഞു. കാർ പൂർണ്ണമായും തകർന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെ നടന്ന അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശ്രീകണ്ഠാപുരത്ത് നിന്ന് കയറളത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നിറക്കത്തിനിടയിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുതൂൺ ഇടിച്ചു തകർത്ത് 2 മീറ്ററോളം താഴ്ചയുള്ള റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു. സർവശിക്ഷാ അഭിയാന്റെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും സർവശിക്ഷാ അഭിയാനും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ ചരിത്രം സൃഷ്ടിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുന്നേറുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം അറിവ് പകർന്നു നൽകുന്ന ഒരു കേന്ദ്രം മാത്രമല്ല, അത് പ്രധാനമാണ്. ഒരു വിദ്യാർത്ഥിയെ ഈ സമൂഹത്തിന്റെയും നാടിന്റെയും സംരക്ഷകനായി മാറ്റുക, സാമൂഹ്യ പ്രതിബദ്ധതയും രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ
സേവന മനോഭാവത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നതിൻ്റെ ബാലപാഠങ്ങൾ നാം പഠിപ്പിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന്. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് എന്ന ശ്രദ്ധേയമായ ഒരു സ്ലോഗൻ. SSC സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ AP കുട്ടികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DDEM ബാബുരാജൻ, ഡോക്ടർ P പുരുഷോത്തമൻ, പ്രോഗ്രാം ഓഫീസർ PP വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായനാ ദിനാഘോഷവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. കഥാകൃത്ത് ബിനോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു. പഴയകാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഹൃദയബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതില്ലാതായെന്നും വിദ്യാഭ്യാസ രംഗം ഹൈടെക് ആവുന്നത് നല്ല കാര്യമാണെന്നും ബിനോയ് മാത്യു പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഹൈടെക് മാഷന്മാരായിട്ട് മാറാൻ പോകല്ലേ? അല്ലേ? അതല്ലേ സംഭവം. ഈ ഹൈടെക് ആകുന്ന ഗവൺമെന്റ് ഹൈടെക് ആക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാ സ്കൂളുകളും ഹൈടെക് ആകുന്നു, പഠിപ്പിക്കുന്നു, കാര്യങ്ങളെല്ലാം. SP മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗീത കൊമ്മേരി ഉപഹാരങ്ങൾ നൽകി. നേതാക്കളായ KC രാജൻ, RK സദാനന്ദൻ, TO വേണുഗോപാൽ, N തമ്പാൻ, K രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നടാൽ ജനകീയ കമ്മിറ്റിയുടെയും സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ മികച്ച വിദ്യാലയങ്ങൾക്കുള്ള 4ാമത് സർവപ്രഭ പുരസ്കാരം കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിന് സമർപ്പിച്ചു. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ നസീർ കൽപ്പത്ത് അധ്യക്ഷത വഹിച്ചു. K കൃഷ്ണദാസ് മുഖ്യ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ K ഷീജ, പ്രസന്ന ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തെരഞ്ഞെടുത്ത MN പ്രദീപിനെ അനുമോദിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. PK പ്രമീള, K മഹിജ, കട്ടേരി പ്രകാശൻ, G രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സമൂഹത്തിൽ നൽകേണ്ട നിരവധി സംഭാവനകൾ വിലപ്പെട്ട സഹായികൾ ഇങ്ങനെയായിരിക്കണം. അത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്നതാണ് MN പ്രദീപിനെ. വനിതാ സംരംഭകത്വത്തിനുള്ള ബൃഹത് പദ്ധതിയുമായി JCIയുടെ വനിതാ വിഭാഗം ആദ്യഘട്ടത്തിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുക. വസ്ത്രവിപണന മേഖലയിൽ സംരംഭം തുടങ്ങാൻ സ്ത്രീകൾക്ക് ആവശ്യമായ സഹായം നൽകി സംരംഭകയാകാനുള്ള അവസരം നൽകുന്ന പദ്ധതിയാണ് ഇത്. സൗജന്യ ഫാഷൻ ഡിസൈനിംഗ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 5 ബന്ധപ്പെടേണ്ട നമ്പർ 9048547238. ടൈലറിംഗ് രംഗത്ത് അവർക്ക് ഒരുപാട് താല്പര്യമുള്ള ഒരു ഇതാണ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ പുറത്തിറങ്ങി സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും തന്നെ. പക്ഷെ അവർക്ക് പുറത്തിറങ്ങി ചെയ്യുമ്പോൾ അത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ടും ഉണ്ട്. ഇപ്പം ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചു. അപ്പോൾ ഒരാളത് കൈപിടിച്ച് ഉയർത്തി അവർക്കൊരു സപ്പോർട്ട് നൽകുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അറിയിപ്പുകൾ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സെപ്റ്റംബറിൽ തലശ്ശേരിയിൽ വിതരണം ചെയ്യും. സ്വാഗത സംഘം രൂപവൽക്കരണ യോഗം 29-ന് 4:30 തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഡോക്ടർ സുകുമാർ അഴീക്കോട് പ്രസംഗകലാ അക്കാദമി ജൂലൈ 1 രാവിലെ 10 മണി മുതൽ കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ലോകവാർത്താ പ്രശ്നോത്തരിയും സംവാദവും നടത്തും. ബന്ധപ്പെടേണ്ട നമ്പർ 9446457170. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 10 മാസത്തെ ഇലക്ട്രിക്കൽ വയറിംഗ് കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് SSLC പാസ്സായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂൺ 30. ബന്ധപ്പെടേണ്ട നമ്പർ 049728356000. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ്, ഗണിതശാസ്ത്ര വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട്. കോഴിക്കോട് DD ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത ബിരുദാനന്തര ബിരുദത്തിൽ 55% കുറയാത്ത മാർക്കും നെറ്റ് യോഗ്യതയുമുള്ളവർ ജൂലൈ 4 രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പലിന്റെ ചേംബറിൽ അഭിമുഖത്തിന് ഹാജരാകണം.
ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 28-29 തീയതികളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആട് വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നൽകും. പങ്കെടുക്കുന്നവർക്ക് ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ബന്ധപ്പെട്ട നമ്പർ 04972 763473. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിൽ പനി പടരുന്നു. 239 പേർക്ക് ഡെങ്കി, 40 പേർക്ക് പന്നിപ്പനി, 2 പേർക്ക് ഡിഫ്തീരിയ. പനി പ്രതിരോധത്തിന് 27 മുതൽ 29 വരെ ശുചീകരണ യജ്ഞം. ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും കണ്ണൂരിൽ മാലിന്യ പ്രശ്നവും കൊതുക് ശല്യവും രൂക്ഷം. പല ഓടകളിലും മലിനജലം കെട്ടിക്കിടക്കുന്നു. പന്നേൻപാറ കാഞ്ഞിരത്താൻ വയൽ പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾ മലിനജല ഭീഷണിയിൽ. ചെറിയ പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും. മഴ കാരണം പലയിടത്തും ഈദ്ഗാഹുകളില്ല. പെരുന്നാൾ നമസ്കാരം മസ്ജിദുകൾ കേന്ദ്രീകരിച്ച വിശ്വാസികൾ ആഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിൽ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.